Hi and welcome to the new video on Industry Instrumentation and Automation. In this video, I'll be discussing about PLC programming basics. Okay. So, at present, in the industrial automation sector, there are several leading PLC manufacturers that develop typical PLCs ranging from small to high-end PLCs. Okay, and each and every PLC manufacturer has its own dedicated software to program and configure the PLC hardware in most cases. Okay, so പല manufacturers ഉണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ സോഫ്റ്റ്വെയറും ഉണ്ടായിരിക്കാം ഇതിനെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഫിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അത് പല കേസുകളിലും ഡിഫറെൻ്റ് ആയിരിക്കാം ചില കേസുകൾ അത് കോമൺ ആയിരിക്കാം ബട്ട് ദ PLC പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് vary depending on the manufacturers. In most cases it can be different, but some manufacturers have common programming languages and some others have dissimilar. ചിലര് കോമൺ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടായിരിക്കാം ചിലതിൽ ഡിഫറെൻ്റ് ആയിരിക്കാം. ഓക്കെ, ആൻഡ് ബേസിക് ആയിട്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം: ടെക്സ്ച്വൽ ലാംഗ്വേജ് ആൻഡ് ഗ്രാഫിക്കൽ ലാംഗ്വേജ്. ടെക്സ്ച്വൽ ലാംഗ്വേജ് ആയിട്ടും ഗ്രാഫിക്കൽ ലാംഗ്വേജ് ആയിട്ടും. ഇപ്പോൾ ടെക്സ്ച്വലിൽ വരുന്നത് ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് IL പ്രോഗ്രാമിങ്ങും പിന്നെ സ്ട്രക്ചേർഡ് ടെക്സ്റ്റ് STU ആണ് വരുന്നത്. അതുപോലെ ഗ്രാഫിക്കലിൽ ലാഡർ ഡയഗ്രാംസ് വരുന്നുണ്ട്, ഫംഗ്ഷൻ ബ്ലോക്ക് ഡയഗ്രാം വരുന്നുണ്ട്, സീക്വൻഷ്യൽ ഫംഗ്ഷൻ ചാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും എന്താ പറയുക ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് കോമൺ ആയിട്ടുള്ളത് ലാഡർ ഡയഗ്രാം ആണ്. ലാഡർ ഡയഗ്രാംസ് ആണ് കൂടുതലും യൂസ് ചെയ്ത് വരുന്നത്. ഗ്രാഫിക്കലാണ് കുറച്ചും കൂടി പ്രോഗ്രാമിങ്ങിലാകുമ്പോൾ, മറ്റേതാകുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് അറിയണം. ഗ്രാഫിക്കലാകുമ്പോൾ നമുക്ക് എന്താ പറയുക എന്താണ് കോമ്പണൻ്റ് എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി സുഖമായിട്ട് പ്രോഗ്രാമിങ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കോമൺ വരുന്നത് ലാഡർ ഡയഗ്രാംസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ ലാഡർ ഡയഗ്രാംസിനെ കുറിച്ചാണ്. പിന്നെ ജസ്റ്റ് ടെക്സ്ച്വൽ ലാംഗ്വേജിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടാൻ ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് പ്രോഗ്രാമിംഗ് കൂടിയും ജസ്റ്റ് ഒന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ ഒരു 4 ഇവിടെ കാണാം. ഇത് ടോപ്പ് ലെഫ്റ്റ് കാണുന്നതാണ് ലാഡർ ഡയഗ്രാം. ഇത് ലാഡർ ഡയഗ്രാം വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ്. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ ഡയഗ്രാമാണ്, ഒരു ലാഡർ പോലെയാണ് ഇത് കാണാം. നമുക്ക് കണ്ട രണ്ട് സൈഡിൽ വെർട്ടിക്കലായിട്ടുള്ള നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു ഇതും പിന്നെ ഹൊറിസോണ്ടൽ റങ്സും ആയിട്ട് ഒരു ലാഡർ പോലെയാണ് ഇത് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ലാഡർ ഡയഗ്രാം ഇരിക്കും. പിന്നുള്ളത് ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് പ്രോഗ്രാം. ഇത് നോർമലി ഇൻസ്ട്രക്ഷൻസിൻ്റെ ബേസിലുള്ളതാണ്. ഇപ്പോൾ LD AND ANDN ഓർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻ. അപ്പോൾ അതിനനുസരിച്ച് ഓരോന്ന് അവിടെ നടക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെയും കേസുകൾ ജസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സ്ട്രക്ചേർഡ് ടെസ്റ്റ് വരുന്നുണ്ട്, അതേപോലെ സീക്വൻഷ്യൽ ഫംഗ്ഷൻ ചാർട്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, so moving on, PLCs are intended to be used by engineers without any great knowledge of programming. And ladder programming LAD was developed as a means of writing program that can then be converted into machine code by software for use with the PLC microprocessor. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ പ്രോഗ്രാം ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും മെയിനായിട്ട് അങ്ങനെ എടുത്ത് പറയാൻ പറ്റുന്ന പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ലാഡർ പ്രോഗ്രാമിംഗ് ആണ്. ഇറ്റ് ക്യാൻ ബി സിംപ്ലി we can simply write the programming or the code in ladder programming, and it can be simply converted into machine code. And PLCs can receive input signals and send output signals. നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ഇതാക്കുന്നതും അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ എന്താ പറയുക PLC ഒരു സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ വീഡിയോയിൽ. ദ ഇൻപുട്ട് സിഗ്നൽസ് കംസ് ഫ്രം സ്വിച്ചസ് ആൻഡ് കോണ്ടാക്ട്സ് ഓഫ് എൻ ഇൻഡസ്ട്രിയൽ സിസ്റ്റം ഇൻഡിക്കേറ്റിംഗ് സം കണ്ടീഷൻ ഹാവ് ചേഞ്ച് ലൈക്ക് പുഷ് ബട്ടൺ, സ്റ്റാർട്ട് ഓർ സ്റ്റോപ്പ് സ്വിച്ചസ്, ലിമിറ്റ് സ്വിച്ചസ്, സെലക്ടർ സ്വിച്ചസ് ഓർ കോണ്ടാക്ട് ഓഫ് റിലേസ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇൻപുട്ട് സിഗ്നൽ വരിക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ ഇൻപുട്ട് സ്കാൻ സ്റ്റേജ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ദ ഔട്ട്പുട്ട്സ് ആർ സെൻഡ് ഔട്ട് ടു ദ റിയൽ വേൾഡ് causing some conditions to change, that is indication lamp, motors and relays. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. So the term input is used for a control action such as closing the contact of a switch, and the term output is used for a device connected to the output of a PLC such as a motor. അപ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങളാണ്. ഏതെങ്കിലും സ്വിച്ച് പ്രസ് ചെയ്തില്ല എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് റെസ്പോൺസ് ആയിട്ട് നമുക്കൊരിപ്പോൾ ലാമ്പോ മോട്ടറോ എന്തെങ്കിലും ഓൺ ആക്കുക എന്നുള്ളതാണ് ഔട്ട്പുട്ടിലത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് PLC മസ്റ്റ് ഹാവ് എ പ്രോഗ്രാം ഇൻ ഇറ്റ്സ് മെമ്മറി which is executed when it receives an input signal, and on the basis of the program executed sends out an output signal to the system. അപ്പോൾ ഓൾറെഡി നമ്മളതിൻ്റെ ഓപ്പറേഷൻ സൈക്കിളിൽ പറഞ്ഞാണ്. ആദ്യം അത് സെൽഫ് ചെക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3 ഇതാണ് നടക്കുന്നത്: ഇൻപുട്ട് സ്കാൻ, ലോജിക് സ്കാൻ, ഔട്ട്പുട്ട് സ്കാൻ. അപ്പോൾ ഇൻപുട്ടുകൾക്ക് അനുസരിച്ച് ഒരു ലോജിക് റൺ ചെയ്യും. ഈ ലോജിക്കാണ് അതിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിലേറ്റവും കോമൺ ആണ് ലാഡർ പ്രോഗ്രാം എന്ന് പറയുന്നത്.
ഗ്രാഫിക്കൽ പ്രോഗ്രാം എന്ന് പറയുന്നത്. പിന്നെ വേറെ പ്രോഗ്രാമുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരെണ്ണം ലാഡർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് ഇതിൽ റിലേസ് എന്താണെന്ന് അറിയണം PLC. സോ റിലേസ് ആർ ദ മോസ്റ്റ് പോപ്പുലർ കോമ്പണൻസ് ഓഫ് PLC ഹാർഡ്വെയർ. PLC ഹാർഡ്വെയറിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ടിലുള്ള റിലേസ് ആയിരിക്കും. അപ്പോൾ റിലേസ് ഓപ്പണും ക്ലോസും, അതിൽ തന്നെ നോർമലി ഓപ്പൺ നോർമലി ക്ലോസ് ടൈപ്പ് റിലേസ് ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആൻഡ് റിലേസ് ആർ യൂസ്ഡ് ആസ് ഔട്ട്പുട്ട്സ് ഇൻ ദ ലാഡർ ഡയഗ്രാം. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലാഡർ ഡയഗ്രത്തിലെ ഫൈനൽ ഔട്ട്പുട്ട് മെയിനായിട്ട് റിലേസ് ആണ് ഉണ്ടാവുക. ആൻഡ് ദേ ക്യാൻ ബി യൂസ് ടു കൺട്രോൾ ഓൺ ഓർ ഓഫ് ആക്ച്വേഷൻ ഓഫ് ദ പവേർഡ് ഡിവൈസ്. എന്താണ് ഡിവൈസ് കണക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഓണും ഓഫും നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാം. അപ്പോൾ അതായത് നോർമലി ഓപ്പൺ ഉണ്ട് നോർമലി ക്ലോസ്ഡ് ഉണ്ട് എന്നൊക്കെ അറിയില്ല. ഇപ്പോൾ നോർമൽ കേസിൽ ഓപ്പൺ ആയിട്ടിരിക്കുന്നതും എന്തെങ്കിലും ഇത് ഇൻപുട്ട് കണ്ടീഷൻ മീറ്റ് ചെയ്ത് ലോജിക്ക് കഴിഞ്ഞ് പ്രോഗ്രാം റൺ ചെയ്തിട്ട് ഓൺ ആവുക എന്ന് പറയുന്ന കേസിൽ അത് ഓൺ ആവും. മറ്റേതാകുമ്പോൾ നേരെ റിവേഴ്സ് കേസ് ആയിരിക്കും എന്നൊക്കെ നമുക്ക് അറിയാം. ആൻഡ് റിലേ ക്യാൻ ബി ലാച്ചിങ് ഓർ നോൺ ലാച്ചിങ്. ഇപ്പോൾ ലാച്ചിങ് റിലേ ഉണ്ട്, നോൺ ലാച്ചിങ്ങും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. So latching relay needs an electrical impulse to close the power circuit. Okay, and another impulse is needed to release the latch. Latching ആണ്. ലാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡോറ് ലാച്ച് ചെയ്യാന്ന് പറയില്ല, ലാച്ച് ചെയ്തിട്ട് ചാരി. അപ്പോൾ ഒന്ന് ചാരി കഴിഞ്ഞാൽ അതവിടെ നിന്നോളും. ലാച്ചിങ് റിലേ നീഡ്സ് ആൻ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ടു ക്ലോസ് ദ പവർ സർക്യൂട്ട്. അപ്പോൾ ലാച്ച് ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലാച്ച് ആയി കഴിഞ്ഞാൽ ലാച്ചായി അവിടെ അടഞ്ഞു കിടക്കും. പിന്നെ അത് തുറക്കണമെങ്കിൽ വീണ്ടും ഒരു ഇമ്പൾസും കൂടി കൊടുക്കണം. വലിച്ചാൽ തന്നെയാണ് അത് തുറക്കുള്ളൂ. അപ്പോൾ അതാണ് ലാച്ചിങ് ടൈപ്പ് റിലേ എന്ന് പറയുന്നത്. ഈ നോൺ ലാച്ചിങ് റിലേ holds only while the switching relay is energized and require continuous electrical signal. അപ്പോൾ നോൺ ലാച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെറുതെ ചായ ഇടാൻ പറ്റില്ല, അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരും. അപ്പോൾ അവിടെ പുഷ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ മാത്രം തന്നെ അത് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽ കിട്ടിയാൽ മാത്രം ലാച്ചായി അടഞ്ഞു നിൽക്കുന്നതിനാണ് നമ്മൾ നോൺ ലാച്ചിങ് റിലേ എന്ന് പറയുക. മറ്റേതാണെങ്കിൽ ജസ്റ്റ് ലാച്ചായ അവിടെ ലാച്ചിങ് റിലേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ബേസിക് റിലേസ് തമ്മിലൊരു ഡിഫറൻസ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. സോ ഇതിൽ മെയിനായിട്ട് നമ്മൾ പറഞ്ഞു ഗ്രാഫിക്കലി ലാഡർ ഡയഗ്രാം, ലാഡർ പ്രോഗ്രാമിംഗ് ആണ് വരുന്നത്. സോ വെരി കോമൺലി യൂസ് മെത്തേഡ് ഓഫ് PLC പ്രോഗ്രാമിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ യൂസ് ഓഫ് ലാഡർ ഡയഗ്രാം. ഇപ്പോൾ ഒരു ലാഡർ ഡയഗ്രാം കൂടെ ജസ്റ്റ് ഒരു ഇത് കാണിച്ചതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ലെഫ്റ്റും റൈറ്റും ആയിട്ട് രണ്ട് റെയിലുകൾ, ആ റെയിലിൻ്റെ മുകളിൽ നമുക്ക് റങ്ങുകൾ, ഇങ്ങനെയാണുള്ള ഒരു ലാഡർ കോണി എന്ന് പറയുമല്ലോ, അപ്പോൾ അത് ഉണ്ടാവും. അപ്പോൾ ഇതിൽ അതേ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇതിനെ ലാഡർ ഡയഗ്രാം അല്ലെങ്കിൽ ലാഡർ പ്രോഗ്രാമിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൽ പല പല എലമെൻസും കാര്യങ്ങളൊക്കെ നമ്മളുടെ സീക്വൻസിനനുസരിച്ച് ലോജിക്കൽ സീക്വൻസിനനുസരിച്ച് നമ്മൾ കണക്ട് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിലെ കോമ്പോണൻസ്, എന്താണ് ഇതിലെ റൂൾസ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് നേരത്തെ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള അതേ എക്സാമ്പിൾ തന്നെയാണ്. ആ ഒരു 3 സൈക്കിളുകൾ, ഇൻപുട്ട് സ്കാനും ലോജിക് സ്കാനും ഔട്ട്പുട്ട് സ്കാനും നടക്കുന്നത്, അത് കാണിച്ചാണ്. അപ്പോൾ അതിലൊരു സിമ്പിൾ ലാഡർ ലോജിക്കാണ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പോസിറ്റീവ് ട്രാൻസിഷൻ വന്നാൽ മാത്രം കണക്ട് ആവുന്ന ഇൻപുട്ട്, അപ്പോൾ അതിനനുസരിച്ച് ഔട്ട്പുട്ട് കണക്ട് ആവുന്നത്. പുഷ് ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രം ലാമ്പ് ഓൺ ആവുന്ന ഒരു കേസ് അവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും കാണിക്കുന്നില്ല. ഓക്കെ, so the ladder diagram, it's a graphical way of representing logical flow and control. ഒരു ഗ്രാഫിക്കൽ വേ ആണ് ലോജിക്കൽ ഫ്ലോയും കൺട്രോളും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഗ്രാഫിക്കൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഫോർ സിമുലേറ്റിംഗ് ആൻഡ് ടെസ്റ്റിംഗ് control programs for PLC controllers, and used as the symbolic programming language used in industry to communicate with PLCs. It's a symbolic language, symbols ആണ് അതിലെല്ലാം, ഗ്രാഫിക്കൽ ആണ്, കണ്ട് അറിഞ്ഞ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് കോൾഡ് ആസ് ladder diagram as they look like a ladder with horizontal and vertical rails. With such a diagram, the power supply for the circuit is always shown as 2 vertical lines with the rest of the circuit as horizontal lines. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രത്തെ പ്രകാരം 2 വെർട്ടിക്കൽ ലൈൻസ് ആണ് അവിടെ വരുന്നുള്ളൂ. ആൻഡ് ദേ ആർ ദ പവർ സപ്ലൈ ലൈൻസ്. ഓക്കെ, ബാക്കിയെല്ലാം ഹൊറിസോണ്ടൽ ആണ്, അതിനെ റങ് എന്നാണ് പറയുക. ബാക്കി എലമെന്റ്സ് എല്ലാം റങ്ങിലാണ് വരുന്നത്. ദ പവർ ലൈൻസ് ഓർ ദ റെയിൽസ് as they are often called are like the vertical sides of a ladder with the horizontal circuit line similar to the rungs of the ladder, and the horizontal rungs show only the control portion of the circuit. So horizontal avarthe control portion aanu kanikkunnathu, rung kanikkunnathu, and the left vertical leg represents the power supply and right vertical leg represents the ground state. So left ennu parayunna phase um right ennu parayunna neutral, positive negative aa oru meaning ilana varunathu. Okay, so these are the main symbols used in the ladder diagram. So electrical devices are shown in their normal condition. So this is നോർമലി ഓപ്പൺ കോണ്ടാക്ട്. ഇപ്പോൾ ഒരു കോണ്ടാക്ട് ആണ് കാണിച്ചിട്ടുള്ളത്, നോർമലി ഓപ്പൺ ആണ്, ഇപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും ഇല്ല. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ വേറെ ഒന്നും കാണാം, അതിന് ക്ലോസ് ഇട്ടാൽ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്. അപ്പോൾ ഇത് നോർമൽ കണ്ടീഷനിൽ ഓപ്പൺ ആയിരിക്കും, ഇത് നോർമൽ കണ്ടീഷനിൽ ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ പോസിറ്റീവ് ട്രാൻസിഷനും നെഗറ്റീവ് ട്രാൻസിഷനും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ P എന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ഒരു എക്സാമ്പിൾ കണ്ടതായിരുന്നു, പോസിറ്റീവ് ട്രാൻസിഷൻ സെൻസിങ് കോണ്ടാക്ട് ആണ്. 0ൽ നിന്ന് 1 ചേഞ്ച് വരുമ്പോൾ ഇത് അടയും, അതാണ് ഇവിടെ സംഭവിക്കുക. മറ്റോടത്താണെങ്കിൽ ഇൻപുട്ട് 1 വന്നു കഴിഞ്ഞാൽ
അത് എന്താ അടയുന്നതാണ് അർത്ഥം. നോർമലി ഓപ്പൺ. നോർമലി ക്ലോസ്ഡ് ആണെങ്കിൽ ഇൻപുട്ട് 1 വന്നാൽ തുറക്കും, അതാണ് അർത്ഥം. ഇനി എൻ എന്നാണ് കാണിച്ചിട്ടില്ലെങ്കിൽ നെഗറ്റീവ് ട്രാൻസിഷൻ സെൻസിങ് കോണ്ടാക്ട് ആണ്. അപ്പോൾ 1ൽ നിന്നും 0യിലേക്ക് ഒരു ചേഞ്ച് വന്നാലാണ് ഇത് ക്ലോസ് ആവുക, അതാണ് കാര്യം. ഇത് കോയിലിന്റെ റെപ്രസെന്റേഷൻ ആണ്, ഫൈനൽ റിലേ കോയിൽ കാണിക്കുന്നതാണ് ഇത് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ പോസിറ്റീവ് ട്രാൻസിഷൻ സെൻസിങ് കോയിൽ ഉണ്ടായിരിക്കാം, പോസിറ്റീവ് ട്രാൻസിഷൻ 0 to 1ൽ അടയുന്നത് ഉണ്ടായിരിക്കാം, നെഗറ്റീവ് ട്രാൻസിഷൻ സെൻസിങ് ഉണ്ടായിരിക്കാം, അതേപോലെ സെറ്റ് ലാച്ച് കോയിൽ ഉണ്ട്, നെഗേറ്റഡ് കോയിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ വരുന്നുണ്ട്. ഇത്രയൊന്നും ഡീറ്റെയിൽ ഇതൊന്നും നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യില്ല. ഓക്കെ, സിമ്പിൾ എക്സാമ്പിൾസേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. Thus a switch that is normally open until some object closes it is shown as open on the ladder diagram. അപ്പോൾ അതാണ് ഇവിടെ കാണുന്നത്, നോർമലി ഓപ്പൺ. ആൻഡ് എ സ്വിച്ച് ദാറ്റ് ഈസ് നോർമലി ക്ലോസ്ഡ് ഈസ് ഷോൺ ആസ് ക്ലോസ്ഡ്. ഓക്കെ, ആൻഡ് ഇതിലത്തെ മെയിൻ എലമെന്റ്സ് എന്താണെന്നൊക്കെ നമുക്കൊന്ന് പറയാം. മുന്നേ നമ്മൾ ആ ഡയഗ്രം കണ്ടതിൻ്റെ ഒരു ഓർമ്മയിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ബേസിക് കാര്യങ്ങൾ റെയിൽസ് ആണ്. In a ladder diagram there are two rails which are drawn as vertical lines going down the foremost ends. And these vertical lines are these are vertical lines and provide the sources of energy to the relays and the logic system. Then we have the rungs. The rungs are drawn horizontally and link the rails to the statements of the logic. It contains the branches, inputs and outputs. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആ റങ് എന്നുകൊണ്ട് കാണിക്കുന്നത്. ഓരോ പടി, ഓരോ കോണിയുടെ ഓരോ പടികൾ വരുന്നത്, അതിൽ ബ്രാഞ്ചുകളും ഉണ്ടായിരിക്കാം, ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ അതിലുണ്ടായിരിക്കും. ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് ബ്രാഞ്ച് ചെയ്ത് നിൽക്കുന്നത് എന്താ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഒരു റങ്ങിന്റെ മുകളിൽ തന്നെ താഴേക്ക് വേറൊരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ ബ്രാഞ്ച് എന്ന് പറയാം. ദെൻ ഇൻപുട്സ്. ദ ഇൻപുട്സ് ആർ ദ ആക്ച്വൽ കൺട്രോൾ. Inputs are actual control and acts such as pushing of a push button or activating a cap switch. Then outputs are electronic machines which are turned on and off like an electric motor or a solenoid lever. ദെൻ ഇനി അതിൽ അഡീഷണൽ ആയിട്ട്, ഇതൊക്കെ ബേസിക് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ടൈമേഴ്സ് ഉണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ നമുക്ക് ടൈമർ വെച്ചിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും, ടൈം ആവശ്യം വരുന്ന കേസുകൾ ഉണ്ടാവും. അതുപോലെ കൗണ്ടർ വരും, ഇപ്പോൾ കൗണ്ടറിൻ്റെ കേസുകൾ വരാം. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾ നമ്മൾ വേറെ ഒരു ഇതിൽ പറയുന്നതായിരിക്കും. ടൈമറും കൗണ്ടറും ലാച്ചിങ്ങും വെച്ചിട്ടുള്ളത് വേറൊരു വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും. ഇതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോജിക് എക്സ്പ്രഷൻ ഉണ്ടായിരിക്കും. ലോജിക് എക്സ്പ്രഷൻസ് ആർ യൂസ് ടു ഫോർമുലേറ്റ് ദ ഡിസൈഡ് കൺട്രോൾ ഓപ്പറേഷൻസ് ഇൻ കോമ്പിനേഷൻ വിത്ത് ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട്. ഇപ്പോൾ ഈ ലോജിക് ഓപ്പറേഷൻ അനുസരിച്ചാണ് നമ്മൾ ഈ റങ്ങും ബ്രാഞ്ചും ഒക്കെ അതിൻ്റെ ഉള്ളിൽ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ അത്യാവശ്യം ഇപ്പോൾ നമുക്ക് ടൈമിംഗ് ഒക്കെ വേണമെങ്കിലാണ് ടൈമർ ഉപയോഗിക്കുന്നത്, കൗണ്ടിങ് ആവശ്യം വരുന്നുണ്ടെങ്കിൽ കൗണ്ടർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള എലമെന്റ്സ്: റെയിൽസ്, റങ്സ്, ബ്രാഞ്ചസ്, ഇൻപുട്സ്, ഔട്ട്പുട്സ്, ടൈമേഴ്സ്, കൗണ്ടേഴ്സ്, ദെൻ ലോജിക്കൽ എക്സ്പ്രഷൻ. ഓക്കെ, ലോജിക് എക്സ്പ്രഷൻ. Then there are some rules to be followed while forming a ladder diagram or while reading a ladder diagram. Okay, the first one being the vertical lines of the diagram represents the power rails between which circuits are connected, and the power flow is taken from left hand vertical rung across the rung. സോ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ വെർട്ടിക്കൽ ലൈൻ പവർ സപ്ലൈ നമുക്കറിയാം, അതിൽ തന്നെ റീഡ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ റീഡ് ചെയ്യേണ്ടത്. ആൻഡ് ഈച്ച് റങ് ഓൺ ദ ലാഡർ ഡിഫൈൻസ് വൺ ഓപ്പറേഷൻ ഇൻ ദ കൺട്രോൾ പ്രോസസ്. ഒരു റങ് ഒരു കൺട്രോൾ ഓപ്പറേഷനാണ് കാണിക്കുന്നത്, ഒരു പടി ഒരു കൺട്രോൾ ഓപ്പറേഷനാണ് കാണിക്കുന്നത്. Then output cannot be connected to the left bus rail and the input cannot be connected to the right bus rail. So ഔട്ട്പുട്ട് ഡയറക്റ്റ് കൊണ്ടുപോയി ലെഫ്റ്റിൽ കൊണ്ടുവന്ന് വെക്കരുത്, സപ്ലൈ ലൈനിൽ വെക്കരുത്. അതേപോലെ തന്നെ ഇൻപുട്ട് കൊണ്ടുപോയി നേരെ റൈറ്റ് എൻഡിലെ റെയിലും കൊണ്ടുപോയി വെക്കരുത്, അത് കണ്ടീഷനാണ്. ദെൻ ഓൺലി വൺ ഔട്ട്പുട്ട് മേ ബി പ്ലേസ് ഓൺ ഈച്ച് റങ്. ഓരോ റങ്ങിലും ഓരോ ഔട്ട്പുട്ട് മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. And each output can be used only once in a program while the input can be used many times. Inputs എത്ര വട്ടം വേണമെങ്കിലും പല പല കോമ്പിനേഷനിലായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഔട്ട്പുട്ട് ഒരു വട്ടം മാത്രം ഉപയോഗിക്കാനുള്ളത് നോക്കുക. The inputs and outputs are all identified by their addresses. എല്ലാറ്റിനും അതിൻ്റെതായ അഡ്രസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ അഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യുണ്ടാവുക. ആൻഡ് ദ നൊട്ടേഷൻസ് യൂസ് ഡിപ്പെൻഡ് ഓൺ ദ PLC മാനുഫാക്ചർ. അപ്പോൾ ഓരോ PLC മാനുഫാക്ചറും അഡ്രസ്സിൻ്റെ ഡിഫറെൻറ്റ് തരത്തിലായിരിക്കും അതിനെ നൊട്ടേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അഡ്രസ്സുകൾ പല മാനുഫാക്ചറിലും പലതായിരിക്കും. എന്തായാലും അഡ്രസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അതനുസരിച്ചാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓരോ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള റൂൾസ് വരുന്നത്. നൗ ഇതിലെ ഫ്ലോ ആണ്, ലാഡർ ഡയഗ്രത്തിലെ ഫ്ലോ ആണ്. ഇത് ജസ്റ്റ് ഒരു ഇത് നമ്മൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ലെഫ്റ്റ് പവർ റെയിലും ഇത് റൈറ്റ് പവർ റെയിലും ആണ്. അപ്പോൾ അതിൽ ഇത് റങ് 1, റങ് 2, റങ് 3, റങ് 4 പിന്നെ എൻഡ് റങ് എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പവർ ഫ്ലോ വേണ്ടത് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റ്, വീണ്ടും ഇവിടെ വന്ന് ലെഫ്റ്റ് ടു റൈറ്റ് ഈ ഒരു രീതിക്ക് വേണം പോകാൻ എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ റങ് മേലിന് താഴേക്ക് വേണം പോകാനായിട്ട്.
So ladder diagram is read from left to right and from top to bottom. അപ്പോൾ അത് ഓർക്കുക, ലെഫ്റ്റ് ടു റൈറ്റ് ടോപ്പ് ടു ബോട്ടം, ലെഫ്റ്റ് ടു റൈറ്റ് ടോപ്പ് ടു ബോട്ടം എന്ന രീതിയിൽ. ആൻഡ് ദ ടോപ്പ് rung is read from left to right, then the second rung down is read from left to right, and so on. And when the PLC is in its run mode, it goes through the entire ladder program to the end, the end rung of the program being clearly denoted and then promptly resumes at the start. അപ്പോൾ അത് കറക്റ്റ് ആയിട്ട് അതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും എൻഡിൻ്റെ കേസ്. ആൻഡ് ദിസ് പ്രൊസീജിയർ ഓഫ് ഗോയിങ് ത്രൂ ഓൾ ദ റങ്സ് ഓഫ് ദ പ്രോഗ്രാം ഈസ് ടെൻഡ് ആസ് എ സൈക്കിൾ. ഇപ്പോൾ മൊത്തം ഇതിൽ കൂടെ പോകുന്നതിനെയാണ് സൈക്കിൾ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ദ end rung might be indicated by a block with the word end എന്നായിരിക്കാം, or ret ret for return. ഇപ്പോൾ end അവിടെ അവസാനിപ്പിക്കാൻ, റിട്ടേൺ എന്നാണ് റിട്ടേൺ, സിൻസ് എ പ്രോഗ്രാം പ്രോംപ്റ്റ്ലി റിട്ടേൺസ് ടു ഇറ്റ്സ് ബിഗിനിങ്. അപ്പോൾ റിട്ടേൺ ചെയ്യും വീണ്ടും അവിടേക്ക് തന്നെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫ്ലോ വരുന്നത് ലാഡർ ഡയഗ്രത്തിൻ്റെ. ഓക്കെ, ഇത് നോക്കാം നമുക്ക്. ഇതിൽ സിമ്പിൾ എക്സാമ്പിളാണ്. ഇവിടെ ഒരു സ്വിച്ച്, ഇവിടെ ഒരു കോണ്ടാക്റ്റ് നോർമലി ഓപ്പണും നോർമലി ക്ലോസ്ഡും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത് കാണിക്കുന്നതാണ്. അപ്പോൾ അത് ഫ്ലോ വരുന്ന കണ്ടില്ല. ആദ്യം മേലത്തെ റീഡ് ചെയ്തു, അത് നോക്കി, പിന്നെ താഴത്തെ റീഡ് ചെയ്യുന്നു, പിന്നെ മൂന്നാമത്തെ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിലൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് നമുക്കിവിടെ നോക്കാം. ഒരു റിലേ കോയിലാണ്, പിന്നെ ഒരു ലാമ്പാണ്, റെഡ് ലാമ്പും പിന്നെ ഒരു ഗ്രീൻ ലാമ്പുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് നോർമലി ഓപ്പൺ, എന്താ പറയുക, സ്വിച്ച് ഓപ്പൺ ആണ്, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് CR1 എന്നാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ ഈ റിലേയുടെ ബേസിലാണ് ബാക്കിയുള്ള സാധനങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ ഈ റിലേ എനർജൈസ് ആവുന്നില്ല, ഡി എനർജൈസ്ഡ് ആണ്. അപ്പോൾ അതാണ് എവിടേക്ക് കണക്ഷൻ വരുന്നത്, CR1 ഇവിടേക്ക്. അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല എന്നർത്ഥം, പ്രത്യേകിച്ച് ഇവിടേക്ക് ഒന്നും വരില്ല എന്നർത്ഥം. അപ്പോൾ ഈ ലൈറ്റ് എന്തായിട്ട് നിൽക്കും, ഓഫായിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലാണെങ്കിൽ അത് നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ അത് നോർമലി ക്ലോസ്ഡ് കണ്ടീഷൻ തന്നെ നിൽക്കും. അപ്പോൾ ഈ ലൈറ്റ് അവിടെ എന്ത് ചെയ്യും, ബ്ലിങ്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ നടക്കുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അതേപോലത്തെ കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവിടെ സ്വിച്ച് ക്ലോസ്ഡ് ആണ്. അപ്പോൾ CR1 എനർജൈസ് ആയി. ഇവിടെ ഈ കേസിലുള്ള ഇത് അതേപോലെ ഇവിടെ ഒന്നും അങ്ങോട്ട് കടക്കുന്നില്ല. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത് മാത്രം. ഇനി അതേപോലെ തന്നെ നമ്മളപ്പോൾ അത് എന്താ പറഞ്ഞത്, ലാഡറിൻ്റെ ബേസിക് കാര്യങ്ങളാണ് പറഞ്ഞത്. അതേപോലെ ഞാൻ പറഞ്ഞു ലിസ്റ്റ് കോഡ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ബേസിക് ഇൻസ്ട്രക്ഷൻ സെറ്റ് ഒന്ന് ജസ്റ്റ് പരിചയപ്പെട്ടു പോകാം. എന്നിട്ട് നമുക്ക് രണ്ടും കൂടി ഒരുമിച്ച് പറയുന്നതായിരിക്കും കുറച്ച് എളുപ്പം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ആദ്യം പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ മറ്റേ എലമെൻറ്റ്സ് അവിടെ പറഞ്ഞല്ലോ. അതേപോലെ ഇതിൽ ഓരോ എന്താ പറയുക ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ അതിൽ ലോഡ് ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അതിൽ തന്നെ 4 വരുന്നുണ്ട്. LD എല്ലാറ്റിനും വരും. ഇപ്പോൾ LD ഉണ്ട്, LDN ഉണ്ട്, LDR ഉണ്ട്, LDF ഉണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതിൻ്റെ സിമ്പിളും കൂടി ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊരു നോർമലി ഓപ്പൺ ആണ്, ഇത് നോർമലി ക്ലോസ്ഡ് ആണ്. ഇത് പോസിറ്റീവ് എഡ്ജിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ്, ഇത് നെഗറ്റീവ് എഡ്ജിന് അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അതായത് റൈസിങ് എഡ്ജ് എന്ന് പറയും പോസിറ്റീവിന്, അതാണ് LDR. ഇത് ഫോളിങ് എഡ്ജ് എന്ന് പറയും, അതുകൊണ്ടാണ് LDF. ഇപ്പോൾ വെറും LD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഓപ്പൺ കോണ്ടാക്റ്റ് ആണ്. കോണ്ടാക്ട് ഈസ് ആക്റ്റീവ് വൈൽ ദ കൺട്രോൾ ബിറ്റ് ഈസ് 1 എന്നാണ് അർത്ഥം. 1 വന്നു കഴിഞ്ഞാൽ ആക്റ്റീവ് ആവുന്നത്. ഇപ്പോൾ LDN എന്ന് പറഞ്ഞാൽ എന്താ, ക്ലോസ് കോണ്ടാക്റ്റ് ആണ്. കോണ്ടാക്ട് ഈസ് ആക്റ്റീവ് വൈൽ ദ കൺട്രോൾ ബിറ്റ് ഈസ് 0. 1 വന്നാൽ ഇത് തുറക്കും, അല്ലാത്ത കേസിലാണ് ഇത് ഓൺ ആയി നിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിന് LD എന്ന് കൊടുത്താൽ, നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റിന് LDN എന്ന് കൊടുക്കുക. അതേപോലെ പോസിറ്റീവിൽ വർക്ക് ചെയ്യുന്നതിനാണെങ്കിൽ LDR എന്ന് കൊടുക്കുക, നെഗറ്റീവിൽ ട്രിഗർ ചെയ്യുന്നതിനാണെങ്കിൽ LDF. R എന്ന് പറയുന്നത് റൈസിങ് എഡ്ജും, F എന്ന് പറഞ്ഞാൽ ഫോളിങ് എഡ്ജ് എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇത് നമ്മൾ തൽക്കാലം ഇവിടെ ഉപയോഗിക്കും. ഓക്കെ, ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the result of the logic function activates the coil. അപ്പോൾ കോയിലിനെ ആക്ടിവേറ്റ് ചെയ്യും. STN ആണെങ്കിൽ എന്താ, ഇൻവേഴ്സ് റിസൾട്ട് ഓഫ് ദ ലോജിക് ഫംഗ്ഷൻ. അപ്പോൾ നെഗേറ്റഡ് ആണ്, നെഗറ്റീവ് ആണ്, അതിൻ്റെ ഓപ്പോസിറ്റ് വരുമ്പോഴാണ് ആക്റ്റീവ്. S എന്നാണെങ്കിൽ എന്താ, റിസൾട്ട് ഓഫ് ദ ലോജിക് ഫംഗ്ഷൻ എനർജൈസസ് ദ റിലേ ഓർ സെറ്റ്സ് ദ ലാച്ച്. ഓക്കെ, R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഓഫ് ദ ലോജിക് ഫംഗ്ഷൻ ഡി എനർജൈസസ് ദ റിലേ, റീസെറ്റ് ചെയ്യും. S എന്ന് പറഞ്ഞാൽ സെറ്റ് ആണ്, R എന്ന് പറഞ്ഞാൽ ഡി സെറ്റ് ആണ് എന്നുള്ള, റീസെറ്റ് ആണെന്നുള്ള ഒരു അർത്ഥം. ST എന്താ, സ്റ്റോർ, മറ്റേ ST നെഗേറ്റഡ് എന്നുള്ള അർത്ഥം. അതാണ് സ്റ്റോറിൻ്റെ. പിന്നെ ആൻഡ് ഓപ്പറേഷൻ്റെ ആണ്. അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ആൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി ഓപ്പണിൻ്റെ ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് N എന്ന് പറഞ്ഞാൽ ഓപ്പണും എന്താ ക്ലോസും വരും. ആൻഡ് R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിങ്ങിൻ്റെ ഒരെണ്ണം വരും. ആൻഡ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോളിങ്ങിൻ്റെ ഒരെണ്ണം കൂടി ആൻഡ് ചെയ്യുക. അപ്പോൾ ഇത് ആൻഡ് എന്ന് പറഞ്ഞാൽ സീരീസ് ആയി കണക്ട് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥം തന്നെയാണ് വരുന്നുള്ളൂ. ഓക്കെ, അതിവിടെ എഴുതിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പിന്നെ ഓറുകളാണ്. ഓർ ഈ പറഞ്ഞ കേസുകൾ വരും. വെറും സിമ്പിൾ നോർമലി ഓപ്പൺ ഓർ വരും. ഓർ എന്നിട്ടാൽ ഒരെണ്ണം എന്താ നോർമലി ക്ലോസ്ഡ് ആണ്. ഓർ R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസിങ്ങിൻ്റെ ഒരെണ്ണം, ഓർ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീലിങ്ങിൻ്റെ ഒരെണ്ണം. ഓക്കെ, അപ്പോൾ ഇത് അത്രയാണ് വരുന്നത്. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ പ്രോഗ്രാംസ് ഇവിടെ തൽക്കാലം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. LD സ്റ്റാർട്ട് എ റങ് വിത്ത് ആൻ ഓപ്പൺ കോണ്ടാക്ട്. LDI അതേപോലെ LDI ഉണ്ട് കേട്ടോ, സ്റ്റാർട്ട് എ റങ് വിത്ത് ക്ലോസ്ഡ് കോണ്ടാക്ട്.
ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് വിത്ത് ഓപ്പൺ കോണ്ടാക്ട്, എൻ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരീസ് എലമെന്റ് വിത്ത് ക്ലോസ്ഡ് കോണ്ടാക്ട്, എ എൻ ബി ബ്രാഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർ ഇൻസ്ട്രക്ഷൻ, ഓർ ഐ പാരലൽ എലമെന്റ് വിത്ത് ക്ലോസ്ഡ് കോണ്ടാക്ട്. ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ക്ലോസ്ഡ് എന്നർത്ഥം, വെറുതെ എൽ ഡി എന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഓപ്പൺ എന്നുള്ള അർത്ഥം, നോർമലി ഓപ്പൺ എന്നർത്ഥം. ഒ ആർ ബി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് ഓർ ചെയ്യാന്നർത്ഥം. എ എൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ആൻഡ് ചെയ്യാന്നർത്ഥം. ഓക്കെ, ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് തരിക എന്നുള്ള അർത്ഥം. ഈ തൽക്കാലം ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പലതും ഞാൻ പറഞ്ഞു, പലതിനും പല തരത്തിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ലിസ്റ്റ് കോഡുകൾ വെച്ചിട്ട് ഉള്ള ഇതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിളിലേക്ക് വരാം. അപ്പോൾ ആദ്യം ആൻഡ് ആണ്. ആൻഡ് ആണ് ഇവിടെ ചെയ്യുന്നത്. അത് നോർമലി ഓപ്പണിൻ്റെ കേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറഞ്ഞ ഒരു ഔട്ട്പുട്ട് കിട്ടണം, രണ്ട് ഇൻപുട്ടുകളെ എയും ബിയും. അപ്പോൾ എ ഡോട്ട് ബി ആൻഡ് ചെയ്യാന്ന് നമുക്കറിയാം എക്സ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, എയും ബിയും 1 ആയാൽ മാത്രം ഔട്ട്പുട്ട് 1 ആവും, അല്ലെങ്കിൽ ഓൺ ആവും. അപ്പോൾ നമുക്കറിയാം 1 1 വന്നു കഴിഞ്ഞാൽ 1, ഇതാണല്ലോ ആൻഡ്. അപ്പോൾ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് രണ്ട് നോർമലി ഓപ്പൺ കോൺടാക്റ്റുകൾ സീരീസ് കണക്ട് ചെയ്താൽ ആൻഡായി. അപ്പോൾ അത് നമുക്കിവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ കോഡ് വെച്ചിട്ട് ചെയ്യാം. നോർമലി ഓപ്പൺ ആകുമ്പോൾ എൽ ഡി മതി, എൽ ഡി ഐ വേണ്ട. അപ്പോൾ ഇവിടെ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഇത് ചിത്രം വരയ്ക്കുക എന്നുള്ള രീതിയിൽ ആലോചിച്ചാൽ മതി. ആദ്യം എ വരയ്ക്കണം, അപ്പോൾ അതിനെ എൽ ഡി ലോഡ് ചെയ്യണം, എൽ ഡി എ അല്ലേ. ഇനി അത് കഴിഞ്ഞാൽ അടുത്തത് ലോഡായിട്ടല്ല പറയേണ്ടത്, ഇതിൻ്റെ ഒപ്പം സീരീസിലാണ് കണക്ട് ചെയ്യേണ്ടത്, ആൻഡ് ആയിട്ടാണ് വരേണ്ടത്. അപ്പോൾ ആൻഡ് ബി. അപ്പോൾ അത് നോർമലി ഓപ്പൺ ആയതുകൊണ്ടാണ് വെറും ആൻഡ് ബി എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ എന്ത് പറയാം, എ എൻ ഐ ബി എന്ന് പറയേണ്ടി വരും. ഓക്കെ, എത്രയേ ഉള്ളൂ. പിന്നെ അടുത്തത് ഓർ ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് നമുക്കറിയാം ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആവണം. അപ്പോൾ എ പ്ലസ് ബി ആണെന്ന് അറിയാം, എ ഓർ ബിയുടെ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ അത് പാരലായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്, എയും ബിയും പാരലായിട്ട് നോർമലി ഓപ്പൺ. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ആദ്യം ലോഡ് ചെയ്യുക എനെ, ഇനി അതിന് പാരലായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഓർ ബി, അത് ഓപ്പൺ ആയതുകൊണ്ട് ഓർ, അല്ലെങ്കിൽ ഒ ആർ ഐ എന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ഔട്ട്, അത് നേരത്തെ ഞാൻ പറഞ്ഞില്ല, ഔട്ട് എക്സ് എന്നുള്ളതും കൂടിയും പറഞ്ഞാൽ മാത്രം മതി അവിടെ. ഓക്കെ, ഇത് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആണ്. സോ നാൻഡ് നമുക്ക് അറിയാം എന്താ, നാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഹോൾ ബാർ ആണ് അല്ലേ, എ എൻ ബി ഹോൾ ബാർ ആണ്. എ എൻ ബി ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എ ബാർ പ്ലസ് ബി ബാർ ആണ്. ഇപ്പോൾ എ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആണ്, ബി ബാർ എന്ന് പറഞ്ഞാൽ നോർമലി ക്ലോസ്ഡ് ആണ്. അതിനെ എന്ത് ചെയ്താൽ മതി, ഓർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്താ എ ബാറും ബി ബാറും ആണ്. അപ്പോൾ ഇത് നേരത്തെ ഒരു ഇതിൽ നിന്നുള്ള വ്യത്യാസം എന്താ വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓറിൻ്റെതാണ് വരിക, പക്ഷെ ഇവിടെ എൽ ഡി ഐ ആണ് കൊടുക്കേണ്ടത്. അതേപോലെ ഒ ആർ ഐ ആണ് ബി കൊടുക്കേണ്ടത് അല്ലേ. ഇൻസ്ട്രക്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, രണ്ടും നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പോൾ എൽ ഡി ഐയും ഒ ആർ ഐയും കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ എ പ്ലസ് ബി ഹോൾ ബാർ ആണ് നോർ ഗേറ്റ് വരിക, അതായത് എ ബാർ ഡോട്ട് ബി ബാർ ആണ് വരിക അല്ലേ. നോർമലി ക്ലോസ്ഡ്. അപ്പോൾ ഇത് മറ്റോടത്തെ ആൻഡിൻ്റെ ഐ വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് മാത്രം. എൽ ഡി ഐ എ കൊടുക്കുക, എൻ ഐ ബി കൊടുക്കുക, ഔട്ട് എക്സ് കൊടുക്കുക, അത്ര തന്നെയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ എക്സോറിൻ്റെയും നമുക്ക് പറയാം, നോട്ടിൻ്റെയും പറയാം. നോട്ടിൻ്റെ സിമ്പിളാണ്, എ ബാർ ആണ്, അതായത് എൽ ഡി ഐ എ മാത്രമേ ഉള്ളൂ, ഔട്ട് എക്സ്, അത് സിമ്പിളായിട്ട് കിട്ടും. ഇത് എക്സോർ ഗേറ്റ് ആണ്. എക്സോർ ഗേറ്റിൻ്റെ നമുക്കറിയാം എക്സ്ക്ലൂസീവ് ഓർ ആണ്, ഏതെങ്കിലും ഒരാൾ 1 ആയാൽ മാത്രം ഔട്ട് 1 ആവും, 2 1 ആയാലും 0, 2 0 ആയാലും 0, നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഈ ഒരു കേസാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്, എന്താ, എ ഡോട്ട് ബി ബാർ പ്ലസ് എ ഡോട്ട് ബി ബാർ പ്ലസ് എ ബാർ ഡോട്ട് ബി ആണ് വരുന്നത്. ഇപ്പോൾ നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ്, നോർമലി ഓപ്പൺ, അത് രണ്ടിൻ്റെയും ആൻഡ് കോമ്പിനേഷൻ ഓറിൽ വരണം അല്ലേ. അപ്പോൾ അത് പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഇത് ഉണ്ടാക്കണം, പിന്നെ അതിന് ബ്രാഞ്ച് ഒരെണ്ണം ആഡ് ചെയ്യണം, അങ്ങനെ വേണം ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വരുമ്പോൾ എങ്ങനെ വരും, ആദ്യം എൽ ഡി എ കൊടുത്തു, ഇനി എന്താ ആൻഡ് ആണ് ചെയ്യേണ്ടത്, പക്ഷെ അത് ക്ലോസ് ആണ്. അപ്പോൾ എ എൻ ഐ ബി, അപ്പോൾ അടുത്ത സാധനമായി. ഓക്കെ, എ എൻ ഐ ബി ആയി. ഇനി അവിടെ എന്താക്കണം, ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരണം. ഇപ്പോൾ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താ ആൻഡ് ആണോ ഓർ ആണെന്നുള്ളത്. ഒ ആർ ബി ഉണ്ട്, രണ്ടെണ്ണത്തിനെ പാരലാക്കാൻ. ഓക്കെ, അപ്പോൾ അത് അവസാനം നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം അതിനെ ലോഡ് ചെയ്തതിനു ശേഷം പാരലാക്കിയാൽ മതി. ഇപ്പോൾ ലോഡ് ചെയ്യുമ്പോൾ എന്ത് വരും, എൽ ഡി ഐ എ അല്ലേ, കാരണം എൻ സി ആണ്. പിന്നെ എന്താ ആൻഡ് ബി, ഇനി ബ്രാഞ്ച് പറയുക, അവസാനം ഔട്ട് പറയുക. ഓക്കെ, ഇപ്പോൾ അത് എക്സാമ്പിൾ ഞാൻ വേറെ കാണിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ എന്താ പറയുക, ഇത് ലാഡർ ഡയഗ്രാംസ് ആണ് തന്നിട്ട്, ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ലോജിക്കൽ എക്സ്പ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളത് വെറുതെ നോക്കാവുന്ന എളുപ്പത്തിലുള്ള കാര്യമാണ്. ആദ്യത്തെ എടുക്കുമ്പോൾ എന്താ X1 ഉം X2 ഉം പാരലാണ്. അപ്പോൾ X1 ഓർ X2, പിന്നെ അത് എന്തായിട്ട് ആൻഡ് X3 ചെയ്താൽ Y കിട്ടും അല്ലേ. ഫസ്റ്റത്തെ കേസിൽ X1 ഓർ X2, അതായത് X1 പ്ലസ് X2 X ഇൻറ്റു X3. അടുത്തത് വരുമ്പോൾ എന്താ X1 ഓർ X2 ഉം X2 ഓർ X4 ഉം മൾട്ടിപ്ലൈ ചെയ്യണം, ആൻഡ് ചെയ്യണം. അടുത്ത് വരുമ്പോൾ X1 ഡോട്ട് X2
പ്ലസ് x3 അതാണ് y വരിക അല്ലേ. ഓക്കെ, ഇനി ഇതിൻ്റെയൊക്കെ നമുക്ക് ഇപ്പം എല്ലാം പറഞ്ഞ് കൂടിയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു ഡയഗ്രമാണ് കാണിച്ചത്. ഇതിൻ്റെ വെറുതെ ലിസ്റ്റ് പ്രോഗ്രാം എഴുതാൻ വേണ്ടി കാണിച്ചു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമുക്ക് ഇവിടെ ഈ ബ്രാഞ്ച് ഉണ്ടാക്കാം, പാരലൽ ആയിട്ടുള്ളത് ഉണ്ടാക്കാം, അതേപോലെ ഈ ബ്രാഞ്ച് ഉണ്ടാക്കാം. എന്നിട്ട് രണ്ടാൾക്കാരനും ആൻഡ് ചെയ്താൽ മതി, ബ്രാഞ്ചിൽ ANB ഉപയോഗിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ആദ്യം ലോഡ് ചെയ്യേണ്ടത് x1 ആണ്. x1 എന്നാണ് ഈ റങ് തുറന്നത്. സോ LD x1, LDI വരാത്തത് നോർമലി ഓപ്പൺ ആയതുകൊണ്ട് LD മതി. അടുത്തത് എന്താ, ആൻഡ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ANI x2 OR ആണ് ചെയ്യേണ്ടത്, ORI x2, ഇനി ORI x3, അടുത്തത് ORI വേണ്ട, വെറും OR മതി, കാരണം x4ന് നോർമലി ഓപ്പൺ ആണ്, ഓർ x4. അപ്പോൾ അതിൻ്റെ കാര്യം അവിടെ കഴിഞ്ഞു. ഇനി അതേപോലെ നമ്മൾ അടുത്തത് ലോഡ് ചെയ്യുക, LDI xy കൊടുക്കണം, നോർമലി ക്ലോസ്ഡ് ആയതുകൊണ്ട്. ദെൻ ഓർ x6 ഓർ x7. അപ്പോൾ ആ രണ്ട് ബ്രാഞ്ചുകൾ നമ്മളവിടെ ലോഡായി നിൽക്കണം. ഇനി അവരെ എന്ത് ചെയ്യണം, ആൻഡ് ചെയ്യണം. സോ ANB ആൻഡ് ബ്രാഞ്ചസ്. ഇപ്പോൾ ബ്രാഞ്ചുകൾ ആൻഡ് ചെയ്തു. ഇനി ഔട്ട്പുട്ട് സ്പെസിഫൈ ചെയ്യുന്നത് ഔട്ട് y, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ലിസ്റ്റ് പ്രോഗ്രാമിങ്. അതേപോലെ ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് പറയാം, ആദ്യം ഇത് ഫുൾ ആൻഡുകളാണ്, ഇത് ഫുൾ ആൻഡുകളാണ്. അപ്പോൾ ഇത് രണ്ടെണ്ണം വന്നിട്ട് അവസാനം അതിന് എന്ത് ചെയ്താൽ മതി, ഓർ ചെയ്താൽ മതി. സോ അപ്പോൾ ഇവിടെ എന്ത് വരും, LD x1 ആൻഡ് x2 ANI x3 ആൻഡ് x4. അപ്പോൾ അത് കഴിഞ്ഞ് അടുത്തതിനെ ലോഡാണ് ചെയ്യേണ്ടത്, LD x5 ആൻഡ് x6 ANI x7 ആൻഡ് x8 വരും. അവസാനം ഈ രണ്ടിനെയും ബ്രാഞ്ച് എന്താ ചെയ്യണം, ഓർ ചെയ്യണം. അപ്പോൾ ബ്രാഞ്ചാണ് ORB ഔട്ട്, ഇത്രേ വരുന്നുള്ളൂ അതിൻ്റെ കേസ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇത് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതുന്നത് എന്നുള്ളതിന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ലാഡർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഒരു PLC മിക്സർ പ്രോസസ് കൺട്രോൾ പ്രോബ്ലം ആണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയഗ്രത്തിൽ നമുക്ക് കാണാം ഒരു മിക്സറാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ എന്താണോ ഉള്ള ലിക്വിഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിവിടെ വരുന്നുണ്ട്, അത് ഇതിലോട്ട് വരുന്ന ഒരു പൈപ്പ് വഴി വരുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രഷർ സെൻസർ സ്വിച്ച് ഉണ്ട്, ഒരു പ്രഷർ സെൻസർ സ്വിച്ച് ഉണ്ട്, ഒരു ടെമ്പറേച്ചർ സെൻസർ സ്വിച്ചും ഉണ്ട്, പിന്നെ അവിടെ ഒരു മാനുവൽ പുഷ് ബട്ടൺ, സ്റ്റാർട്ടിന് വേണ്ടിയിട്ട് ഒരു മാനുവൽ പുഷ് ബട്ടൺ ഉണ്ട്. ഇത് നമ്മുടെ പ്രോസസ് വാറ്റാണ്, ഇത് അതിൻ്റെ മോട്ടറാണ്, സ്റ്റിർ ചെയ്യാനുള്ള മോട്ടറാണ്. സോ ദ മിക്സർ മോട്ടോർ ടു automatically stir the liquid in the water when the temperature and pressure reach preset value. ഇപ്പോൾ ടെമ്പറേച്ചറും പ്രഷറും പ്രീസെറ്റ് ആയിട്ടുള്ള വാല്യൂസ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, സെറ്റ് ടെമ്പറേച്ചറും സെറ്റ് പ്രഷറും രണ്ടും ഒരുമിച്ച് എത്തിക്കഴിഞ്ഞാൽ മാത്രം മോട്ടർ ഓണായി സ്റ്റിർ ചെയ്യുക. അപ്പം തന്നെ നമുക്ക് അവിടുന്ന് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ വേറെ രണ്ട് ഇൻപുട്ടുകൾ പ്രഷർ സെൻസറും ടെമ്പറേച്ചർ സെൻസറും ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോട്ടറാണ്. അപ്പോൾ അത് കിട്ടി. ഇനി രണ്ടും ഒരുമിച്ച് ഓണാന്ന് പറഞ്ഞപ്പോൾ ആൻഡ് ആണ്. അപ്പോൾ നോർമലി ഓപ്പൺ ആയിട്ട് വേണം ഇവർ ഇരിക്കാൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ alternate manual push button control of the motor to be provided. ഓൾട്ടർനേറ്റ് മാനുവൽ പുഷ് ബട്ടണും കൂടി കൊടുക്കണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ നമുക്ക് ബൈപ്പാസ് ചെയ്ത് നേരെ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഓൺ ആവുന്ന ഒരു കണ്ടീഷനും അവിടെ കൊടുക്കണം. അപ്പോൾ മൂന്നാമത്തെ ഇൻപുട്ടും കൂടി വന്നു, പുഷ് ബട്ടണും വന്നു. സോ പ്രഷർ സെൻസർ സ്വിച്ചും ഉണ്ട്, ടെമ്പറേച്ചർ സെൻസർ സ്വിച്ചും ഉണ്ട്, പുഷ് ബട്ടണും ഇൻപുട്ടും ഉണ്ട്, മോട്ടറാണ് ഇവിടുത്തെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നോർമലി ഇവർ രണ്ടും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ വരാം, അല്ലെങ്കിൽ പുഷ് ബട്ടൺ. അപ്പോൾ ഈ രണ്ടിടത്തിന് ആൻഡിന് പാരലായിട്ട് വേണം ഇത് വരാൻ ഓറായിട്ട് വേണം വരാൻ, അല്ലേ? ഒന്നെങ്കിൽ ഈ കണ്ടീഷൻ മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കണ്ടീഷൻ പുഷ് ബട്ടൺ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദ ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ സെൻസർ സ്വിച്ചസ് ക്ലോസ് ദെയർ റെസ്പെക്റ്റീവ് കോണ്ടാക്ട്സ് വെൻ ദ കണ്ടീഷൻ റീച്ച് ദെയർ പ്രീസെറ്റ് വാല്യൂ. അപ്പോൾ അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി 3 ഇൻപുട്ടുകളുണ്ട്, പ്രഷർ സെൻസർ സ്വിച്ച്, ടെമ്പറേച്ചർ സെൻസർ സ്വിച്ച്, പുഷ് ബട്ടൺ. ഔട്ട്പുട്ട് ഒന്നേ ഉള്ളൂ, മോട്ടോർ. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ സിമ്പിൾ ഒരു റെപ്രസെൻറ്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഉള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. നമ്മുടെ ലാഡറിലേക്ക് എത്തിയിട്ടില്ല, ലാഡറിലേക്ക് പോകുന്നുള്ളൂ. സോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ L1 L2 എന്നുള്ള ലൈനുകളാണെന്ന് വിചാരിക്കുക. 120 വോൾട്ട് AC സിസ്റ്റമാണ് ഇവിടെ കൊടുക്കുന്നത്. നമുക്കൊരു പ്രഷർ സ്വിച്ചും ടെമ്പറേച്ചർ സ്വിച്ചും രണ്ടും ഒരുമിച്ച് വരുന്നതുകൊണ്ട് അവരിന് സീരീസ് വേണം കണക്ഷൻ, ആൻഡ് വേണം കണക്ഷൻ. അപ്പോൾ ഇത് അല്ലെങ്കിൽ മാനുവൽ പുഷ് ബട്ടൺ വർക്ക് ചെയ്താൽ വരുന്നതാണല്ലോ പറഞ്ഞത്. അപ്പോൾ അതിന് സീരീസിന് ഓവറായിട്ട് പാരലായിട്ട് അടുത്ത് നിൽക്കുന്നു. പിന്നെ ഇത് കണക്ട് ചെയ്യുന്ന ഒരു മോട്ടോറിലോട്ടാണ്. അതിൻ്റെ ഓവർലോഡ് റിലേയും കൂടിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഓവർലോഡ് റിലേ നോർമലി ക്ലോസ് ആയിട്ടാകും എടുക്കുക, അല്ലേ? കാരണം അത് നോർമൽ വർക്കിങ്ങിൽ ക്ലോസ് ആയി നിൽക്കണം, നല്ല വർക്കിംഗ് നടക്കുള്ളൂ. ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആവണം. അപ്പോൾ അത് നമ്മൾ ലാഡർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ അതിൽ കാണിക്കുന്നില്ല. So the motor starter coil is energized when both the pressure and temperature switches are closed or when the manual push button is pressed. ഒന്നെങ്കിൽ ഇത് രണ്ടും ക്ലോസ് ആയാൽ മോട്ടർ എനർജൈസ് ആവും, അല്ലെങ്കിൽ നേരെ പുഷ് ബട്ടൺ ഞെക്കി കഴിഞ്ഞാലും എനർജൈസ് ആവും. ഇത് രണ്ടും സെൻസറുകളാണ്, ഇത് നമ്മളൊരു പുഷ് ബട്ടൺ ആണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡയഗ്രത്തിലോട്ട് വരാം.
അപ്പോൾ അതിനു മുന്നേ നമ്മളിവിടെ പി എൽ സിയിലെ കണക്ഷൻസും ഇതൊക്കെ ഒന്ന് കാണിക്കുന്നതാണ്. ദ സെയിം ഇൻപുട്ട് ഫീൽഡ് ഡിവൈസസ് ആർ യൂസ്. ഇപ്പോൾ ഇത് നമ്മുടെ ഇൻപുട്ട് L1 ഈ സൈഡിലത്തെ L1 സൈഡിലത്തെ 1 2 3 എന്നുള്ളതിനാണ് കണക്ട്. 1ൽ പ്രഷറിൻ്റെയും സെൻസറും 2ൽ ടെമ്പറേച്ചറിൻ്റെയും 3ൽ മാനുവൽ പുഷ് ബട്ടനാണ് കൊടുത്തത്. ദീസ് ഡിവൈസസ് ആർ വയേർഡ് ടു ദ ഇൻപുട്ട് മോഡ്യൂൾ അക്കോർഡിംഗ് ടു ദ മാനുഫാക്ചേഴ്സ് ലാബലിംഗ് സ്കീം. ഇത് ഈ ലാബലിംഗ് ഒന്നും ആയിരിക്കില്ല എല്ലാ മാനുഫാക്ചറിലും, ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും. അപ്പോൾ അത് നമ്മളവിടെ കൊടുത്തിരിക്കും. അപ്പോൾ ഇത് L1 എന്ന് പറഞ്ഞാൽ ലൈനാണ്, L2 എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ റിട്ടേൺ ആണ്, നമുക്ക് അറിയാം നേരത്തെ ഡയഗ്രത്തിൽ നിന്ന്. അതേപോലെ ഔട്ടും നമുക്ക് വയർ ചെയ്യാം. അപ്പോൾ ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ മോട്ടർ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ആ മോട്ടർ മാത്രം ഇവിടെ L2ലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ മുന്നേ പറഞ്ഞ ഒരു കാര്യങ്ങളോട് വരുന്നുണ്ട്. L1ലോട്ട് ഇൻപുട്ടുകളും ലെഫ്റ്റ് സൈഡിലോട്ട് ഇൻപുട്ടുകളും റൈറ്റിലോട്ട് L2ലോട്ട് ഔട്ട്പുട്ടാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. സെയിം ഔട്ട്പുട്ട് ഫീൽഡ് ഡിവൈസ് ഈസ് യൂസ്ഡ് ആൻഡ് വയർഡ് ടു ദ ഔട്ട്പുട്ട് മോഡ്യൂൾ. ഓക്കെ, പിന്നെ അതിൻ്റെ കൺട്രോളിന് ഇവിടെ ഒരു ട്രാക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് കാണിച്ചിട്ടുള്ളതാണ്. ട്രാക്ക് സ്വിച്ചസ് മോട്ടോർ ഓൺ ആൻഡ് ഓഫ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ കൺട്രോൾ സിഗ്നൽ ഫ്രം ദ പ്രോസസ്സർ. ഇപ്പോൾ ഇവിടുന്ന് കൺട്രോൾ സിഗ്നൽ ഇതിലോട്ടാണ് വരുന്നത്, ഇതിൻ്റെ ഗേറ്റിലോട്ടാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ട്രാക്ക് ഓൺ ആയിട്ടാണ് മോട്ടർ അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയാം. അപ്പോൾ നോർമലി ഇത് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ഇത് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് എനർജൈസ് ചെയ്ത് കഴിഞ്ഞാൽ L2ലോട്ട് പോവും, മോട്ടർ വർക്ക് ചെയ്യും. ഇതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സിമ്പിൾ റെപ്രസെൻറ്റേഷൻ വന്നു. ഓക്കെ, അപ്പോൾ അതിനെല്ലാം നമ്മൾ സ്വിച്ചസ് വെച്ച് റീപ്ലേസ് ചെയ്തു. ഇത് നോർമലി ഓപ്പൺ സ്വിച്ച്, നോർമലി ഓപ്പൺ സ്വിച്ച്, നോർമലി ഓപ്പൺ സ്വിച്ച്, എല്ലാം നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. പ്രഷർ സ്വിച്ച്, ടെമ്പറേച്ചർ സ്വിച്ച്, മാനുവൽ പുഷ് ബട്ടൺ. അപ്പോൾ അതിനെ അഡ്രസ്സുകളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. I_1, I_2, I_3. കാരണം നമ്മൾ കണക്ട് ചെയ്ത് ഇൻപുട്ടിൽ 1ലോട്ടും ഇൻപുട്ട് 2ലോട്ടും ഇൻപുട്ട് 3ലോട്ടാണ്. ഇത് ഔട്ട്പുട്ട് 1ൽ നമ്മുടെ മോട്ടോർ സ്റ്റാർട്ടർ കോയിൽ മാത്രമാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഓവർലോഡ് റിലൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സോ ദ ഫോർമാറ്റ് യൂസ്ഡ് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ ഹാർഡ് വയർഡ് റിലേ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഹാർഡ് വയർഡ് റിലേ സർക്യൂട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിന് സിമിലർ ആയിട്ട് ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് തന്നെയാണ് ഇവിടെ നമ്മൾ ലാഡർ ഡയഗ്രാം വരച്ചിട്ടുള്ളത്. ഓക്കെ, ദ സിമ്പിൾസ് റെപ്രസെൻറ്റ്സ് ഇൻസ്ട്രക്ഷൻ. ഇപ്പോൾ ഇതൊക്കെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ആണ് അല്ലേ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ അതിലത്തെ ഓരോ ആദ്യം ലോഡ് ചെയ്യുക, ഇത് ലോഡ് ചെയ്യുക, പിന്നെ ഇത് ലോഡ് ചെയ്യുക, ആൻഡ് ചെയ്യുക, അതേപോലെ ഇത് ലോഡ് ചെയ്യുക, ഓർ ചെയ്യുക, അതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ട് ഔട്ട് ചെയ്യുക. ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ലിസ്റ്റ് പ്രോഗ്രാമിൽ വഴി ചെയ്യുന്നത് തന്നെ ഇവിടെ ഡയഗ്രാമായിട്ട് കാണാമെന്ന് മാത്രം. ഇനി നമ്പറുകൾ ഇതിൻ്റെ അഡ്രസ്സുകളാണ് എന്നുള്ളതാണ് പറയുന്നത്. I_1, I_2, അത് ഓരോ മാനുഫാക്ചറിങ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, the IO address format will differ depending on the PLC manufacturer. You give each input and output device an address. This lets the PLC know where they are physically connected. അപ്പോൾ എവിടെയാണ് കണക്ഷൻ ചെയ്തിട്ടെന്ന് കറക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മൾ അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക തന്നെ വേണം. അപ്പോൾ അഡ്രസ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും അതിൽ വരുന്നുള്ളൂ. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞത് മാത്രമേ. ബാക്കി നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് എങ്ങനെയാണ് പ്രോഗ്രാം എൻ്റർ ചെയ്യുന്നത് എന്നുള്ള പറയാം. So entering and running the PLC program. To enter the program into the PLC, place the processor in the program mode and enter the instruction one by one using the programming device. അപ്പോൾ അത് നമുക്ക് അതിൽ വെച്ചിട്ട് പ്രോപ്പറായിട്ട് പ്രോഗ്രാം ചെയ്യാം. To operate the program, the controller is placed in the run mode or operating cycle. അപ്പോൾ മറ്റേത് പ്രോഗ്രാമിംഗ് മോഡ്, ഇത് റൺ മോഡ്, അത്ര തന്നെ വരുന്നുള്ളൂ. Okay, so that's all.